എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം, ചില ശബ്ദങ്ങൾ, ചില വാക്കുകൾ എപ്പോഴും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അവ നമ്മെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ മക്കൾ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവർക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതിരുന്ന സമയത്ത് അവരുടെ ശബ്ദങ്ങൾ, അർത്ഥമില്ലാത്ത കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയാതിരുന്ന വാക്കുകളൊക്കെ നമ്മെ എത്രത്തോളം ആനന്ദിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ എത്ര പ്രായമായാലും ആ ചെറുപ്രായത്തിലുള്ള വാക്കുകളുടെ ഓർമ്മകൾ ഇന്നും നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നില്ലേ? എന്നാൽ ഇതേ മക്കൾ തന്നെ പ്രായമായി കഴിയുമ്പോൾ, അവർക്ക് സംസാരിക്കാൻ ഭാഷ ലഭിച്ചു കഴിയുമ്പോൾ, നമ്മളോട് കയർക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, നമ്മുടെ സ്നേഹത്തിന് ഒരല്പം കുറവ് പലപ്പോഴും സംഭവിക്കാറില്ലേ? വീണ്ടും നമ്മളത് റീഗെയിൻ ചെയ്യും. അപ്പോൾ ദേഷ്യം തോന്നും, പരിഭവം തോന്നും. പിന്നീട് നമ്മൾക്ക് വീണ്ടും നമ്മുടെ മക്കളായതുകൊണ്ട് വീണ്ടും നമ്മൾ അകമഴിഞ്ഞ് ഹൃദയപൂർവ്വം സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് രക്തബന്ധത്തിൻ്റെ മനോഹാരിതയാണ്. എന്നാൽ രക്തബന്ധത്തിലുള്ളതും പ്രശ്നങ്ങളുള്ളതുണ്ട്. എന്നാൽ ഏറ്റവും വേദനാജനകമായത് ചില ശബ്ദമില്ലാത്ത വാക്കുകളുടെ പ്രതികരണങ്ങളുടെ നിർവികാരതയാണ്. പലപ്പോഴും ഞാൻ ചിലരെയൊക്കെ വളരെ കൂലങ്കഷമായി ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഭാവത്തിന്, നമ്മളോട് ഇടപെടുന്ന രീതികൾക്ക് സ്നേഹത്തിൻ്റെ ഭാവമുണ്ടെങ്കിലും അതിന് ആഴമില്ല എന്ന് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ മനുഷ്യർ പലവിധമാണ്. എല്ലാവരിൽ നിന്നും എപ്പോഴും വാക്കുകളിലൂടെയോ പ്രതികരണങ്ങളിലൂടെയോ സ്നേഹം പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നാം വാരിക്കൂരി കൊടുത്താലും നമ്മൾക്കൊന്നും കിട്ടില്ല. നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും ചിലപ്പോൾ നമുക്ക് സ്നേഹം ലഭിക്കണമെന്നുമില്ല. അതിൽ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ദൈവവചനം പറയുന്നത് നമ്മുടെ ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. ഇതൊക്കെ ചിലർ പറയും, ഇതൊക്കെ എങ്ങനെ സാധിക്കാനാ, സാധ്യമല്ലേ? എന്നാൽ അത് പ്രാവർത്തികമാക്കുന്ന അനേക മനുഷ്യരുണ്ട്. എപ്പോഴും ഒരു പുഞ്ചിരിയുടെ കൂടെ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു. ആ തലത്തിലേക്കൊക്കെ നമ്മൾക്ക് മാറുവാൻ കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും. ആരൊക്കെ ഏതൊക്കെ ഭാവങ്ങൾ കാണിച്ചാലും പ്രതികരിച്ചാലും സ്നേഹം തന്നില്ലെങ്കിലും മറഞ്ഞും ഒളിഞ്ഞും തിരിഞ്ഞും ഇരുന്ന് നമ്മൾക്കെതിരെ വാക്കുകൾ പറഞ്ഞാലും കുത്തി നോവിച്ചാലും നാം ആയിരുന്നു കൊണ്ട് നമ്മിൽ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധിയുടെ, നിർമ്മലതയുടെ സ്നേഹം നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഇവരിലെല്ലാം നാം ശ്രേഷ്ഠരാകും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്രകാരമായി നമുക്ക് പരിശ്രമിക്കാം. God bless you all.